വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. ബക്കറ്റ് ഷവർമ എന്ന് പറയും. അപ്പോൾ എന്താ അത് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. ഇത് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മൈദ, തൈര്, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടി ചിക്കൻ, പിന്നെ വെജിറ്റബിൾസ്, ക്യാബേജ്, തക്കാളി, ക്യാരറ്റ്, സവാള. അപ്പോൾ തക്കാളിക്ക് പകരം ക്യാപ്സിക്കവും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ തക്കാളിയാണ് ചേർത്തേക്കുന്നത്. തക്കാളിയിൽ ഉള്ളിലെ അരിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തത്. പിന്നെ മയണൈസ് ഹോം മെയ്ഡാണ്. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ചിക്കനിൽ നമുക്ക് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും വെട്ടി ഒന്ന് വയ്ക്കാം. അപ്പോൾ പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മൈദ കുഴച്ച് ഒന്ന് മാറ്റി വെക്കാം. ഒത്തിരി തൈര് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കാം. മാവ് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കുന്നതിൻ്റെ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഇതിൽ വേണം നമ്മളൊന്ന് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഈ രൂപത്തിൽ, എന്നിട്ട് നമുക്ക് കുറച്ചേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൈദയുടെ മാവ് നമുക്ക് ഓരോ ബോൾസാക്കി എടുത്ത് അത് പ്രസ് ചെയ്തെടുക്കാം. ഈ പ്രസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രസ്സിന് നമുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കാം. ചെറിയ വലിപ്പത്തിൽ മതി, നമുക്ക് ഏകദേശം ഈ ഒരു വലിപ്പത്തിലൊക്കെ മതിയാവും. ബോൾസൊക്കെ ഇങ്ങനെ ഏകദേശം പൂരിയുടെ ഇതിൽ പരത്തിയിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അതിൻ്റെ താഴെ എണ്ണ പരത്തിയിട്ട് നമ്മളിങ്ങനെ ഇത് വെച്ച് കവർ ചെയ്യണം. ഒരു ഷേപ്പാക്കി കൊടുക്കണം. ഷേപ്പാക്കി കൊടുത്തിട്ട് നമ്മളിത് എണ്ണയിലേക്ക്, ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ട് പൂരിയൊക്കെ വറുക്കുന്നത് പോലെ ജസ്റ്റ് നമുക്ക് ഒരു ബക്കറ്റിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഓരോ ബക്കറ്റ്സും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഈ ഷേപ്പ്. അപ്പോൾ നമ്മൾ അത് കൂടാണ്ട് ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ബക്കറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കാം. ചിക്കൻ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം. ഓരോ ബക്കറ്റിലേക്കും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, അങ്ങനെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നാലേ ഈ ഡിഷ് എങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.